ഇപ്പോൾ തന്നെ 66,000-ത്തിലധികമാണ് കൊല്ലപ്പെട്ടവരുടെ സംഖ്യ. ഇനിയും 10,000-ങ്ങളെ കൊലക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവരെ വംശഹത്യക്ക് വിധേയമാക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയിലേക്ക് തന്നെ ആയിരിക്കും ഇസ്രായേലും അമേരിക്കയും നടന്നു നീങ്ങുക. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് ഹമാസിനോട് ഇത് അംഗീകരിക്കണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ ഹമാസിന്റെ നിലപാട് എന്നത് ഇതിൽ എന്തായിരിക്കുമെന്ന് ഒരുപക്ഷെ നാളെ രാത്രിക്കകം അതല്ലെങ്കിൽ മറ്റന്നാൾ ഉച്ചയോടുകൂടിയെങ്കിലും അറിയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ധന്യ. ഒപ്പം തന്നെ ലോകരാജ്യങ്ങളുടെ സപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 20 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അതിൽ ഖത്തർ മാത്രമാണ് ഇതിൽ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളും അതിലൊരു ചെറിയ അതൃപ്തിയോ ഇല്ലെങ്കിൽ മറ്റഭിപ്രായങ്ങളിലേക്കോ കടക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ? പൂർണ്ണമായിട്ട് ട്രംപ് പറയുന്നതിനെ ഇല്ലെങ്കിൽ അവർ നടപ്പാക്കാൻ പോകുന്നതിനെ അംഗീകരിക്കുന്ന നിലപാടാണോ ഇപ്പോൾ ലോകമെടുക്കുന്നത്? ഇതിൻ്റെ ലോകരാജ്യങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു അവസ്ഥ കാരണം 2 കൊല്ലമായി തുടരുന്ന അതിക്രൂരമായിട്ടുള്ള ഈ വംശഹത്യ ഇത് അവസാനിക്കണം. ഇത് പിന്നെ അവസാനിക്കാനുള്ള മറ്റു മാർഗങ്ങൾ നിലനിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ച ഈ ഒരു പദ്ധതി അതിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും പിന്നെ ഭാവിയിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്ന ഒരു നിലപാടാണ് മിക്ക അറബ് മുസ്ലിം രാജ്യങ്ങളും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളൊക്കെയും ഈ പദ്ധതിയെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും ചൈന ഉൾപ്പെടെയുള്ള മറ്റ് വൻശക്തി രാജ്യങ്ങളും ഈ പ്രതിസന്ധി തീർക്കണം. ആ തീരാൻ ഇതായിരിക്കാം കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള ഒരു നിലപാട്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നത് ഫലസ്തീനികൾക്ക് അവിടെ തന്നെ തുടരാൻ സാധിക്കും. ഗസയിൽ തന്നെ അവിടുത്തെ പുനർനിർമ്മാണം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഫലസ്തീനികളുടെ സ്വയം നിർണയാവകാശം, അവർക്ക് പിന്നെ തങ്ങളുടേതായിട്ടുള്ള ഒരു ഭരണകൂടം, ഇതൊക്കെയും നിരാകരിക്കുന്ന റദ്ദ് ചെയ്യുന്ന വളരെ അപകടകരമായിട്ടുള്ള വ്യവസ്ഥകൾ കൂടി ഇതിന്റെ ഭാഗമാണ്. അതിലും ഏറ്റവും പ്രധാനമെന്നത് ഇസ്രായേൽ സൈന്യം എപ്പോൾ അവിടെ വിട്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഈ കരാർ മുന്നോട്ട് വെക്കുന്നില്ല. അതായത് ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഗസ നിവാസികൾക്ക് തുടരേണ്ടി വരും എന്ന അപകടകരമായിട്ടുള്ള വ്യവസ്ഥ കൂടി ഈ കരാറിന്റെ ഭാഗമാണ്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഖത്തറാണ് ഇക്കാര്യത്തിൽ പിന്നെ കുറെ കൂടി തുറന്ന അഭിപ്രായ പ്രകടനം നടത്തിയത്. പല കാര്യങ്ങളിലും കുറെ കൂടി വിശദീകരണം ആവശ്യമാണ് എന്ന് ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അറബ് മുസ്ലിം ലോകം ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുകയാണ്. ഇനി ഹമാസ് ഒരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധം അനിശ്ചിതമായിട്ട് നീണ്ടുപോവുകയും വലിയ തോതിലുള്ള വംശഹത്യ ഇനി തുടരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ ഈ ഒരു പദ്ധതി ഹമാസ് സ്വീകരിക്കണമെന്ന ഒരു പൊതുവികാരമാണ്, പൊതു നിർദ്ദേശമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ചെറുത്തുനിൽപ്പും പ്രതിരോധവും എല്ലാം അവസാനിപ്പിച്ച് പൂർണ്ണമായിട്ടും അടിയറവ് പറയുന്ന ഒരു സമീപനം ഈ കരാറിന്റെ ഭാഗമാണ്. അത് എത്ര കണ്ട് ഹമാസ് സ്വീകരിക്കും, ഹമാസ് അക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ആയിരിക്കും ഏറ്റവും നിർണായകമായിട്ട് മാറാൻ പോകുന്നത്.